ഡിമെൻഷ്യ എന്ന് പറയുന്നതും ഒരു മറവി രോഗമാണ്. സോ അത് നമ്മുടെ മെമ്മറീനെ, തിങ്കിങ്ങിനെ, അതുപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫങ്ഷനിങ്ങിനെ ഒക്കെ ബാധിക്കും. സോ ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് അൾഷിമേഴ്സ് ഡിസീസ്, അതുപോലെ തന്നെ വാസ്കുലർ ഡിമെൻഷ്യ, അത് ഡിമെൻഷ്യയുടെ വേറൊരു ടൈപ്പാണ്. പിന്നെ ലൂവി ബോഡി ഡിമെൻഷ്യ, അതുപോലെ തന്നെ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്നിവയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് മെമ്മറി ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ടൈം പ്ലേസ് അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഡിസോറിയൻറ്റേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഡേ ടു ഡേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ തന്നെ ബിഹേവിയറിലും പേഴ്സണാലിറ്റിയിലും ചേഞ്ചസ് ഉണ്ടാവും. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ മെയിൻലി മെഡിക്കൽ ഹിസ്റ്ററി റിവ്യൂസ്, കോഗ്നേറ്റീവ് ടെസ്റ്റ്, ബ്രെയിൻ ഇമേജിംഗ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമുക്ക് മെയിനായിട്ട് കോഗ്നേറ്റീവ് തെറാപ്പി, മെഡിക്കേഷൻ, സപ്പോർട്ട് സർവീസ് ഒക്കെ കൊടുക്കാൻ പറ്റും. മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സേഫ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു നല്ല റൊട്ടീൻ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും സപ്പോർട്ട് ഗ്രൂപ്പ്സും ഒക്കെ ആയിട്ട് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് ഡിമെൻഷ്യ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.